ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് എനിക്കിഷ്ടമില്ലാത്തൊരു പണിയാണ് കേട്ടോ ഇത്. ഇത് നല്ല പ്യുവർ മഞ്ഞളില്ലേ, ഉണക്ക മഞ്ഞൾ, അത് പൊടിപ്പിക്കാനും ഉണ്ട്. പിന്നെ മല്ലിയുണ്ട്, മുളകുണ്ട്. പിന്നെ ദേ ചേട്ടൻ കപ്പലണ്ടി വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കപ്പലണ്ടി സിമ്പിളായിട്ട് വറുക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് ഈ മുളക്, മല്ലി, മഞ്ഞളൊക്കെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. വെയിൽ കണ്ടപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ടാണ് പൊടിപ്പിക്കാനായിട്ട് കൊടുത്തു വിടാറ് കേട്ടോ. ചേട്ടന് ഇങ്ങനെ കുറച്ച് നിർബന്ധങ്ങളുണ്ട്. ഈ മുളക്, മല്ലി, മഞ്ഞളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കൊണ്ടിട്ട് പൊടിപ്പിച്ചെടുക്കുള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെ റെഡിമെയ്ഡ് പൊടി അങ്ങനെ വാങ്ങാറില്ല. അപ്പം ഞാൻ പറയും, എല്ലാത്തിലും കെമിക്കലില്ലേ ചേട്ടാ എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് കെമിക്കൽ ഉള്ളതൊന്നും കഴിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്യുവറായിട്ടുള്ളത് വാങ്ങിച്ച് കൊണ്ടിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പം അതിൽ ഇപ്പോൾ കുറേ നാളത്തേക്ക് വേണ്ടിയിട്ട് ഇരിക്കാനുള്ള പൊടിയല്ലേ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ ഉപ്പിട്ട് വെച്ചണം കേട്ടോ. പിന്നെ നമുക്ക് പറമ്പിൽ നിന്ന് കുടംപുളി കിട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ കുടംപുളിയൊക്കെ ഇട്ടിട്ട് മീൻകറിയൊക്കെ വെക്കാറുണ്ടോ? ഈ പഴുത്ത കുടംപുളിയൊക്കെ ഇട്ടിട്ട് ഇവിടെ വെക്കാറുണ്ട് കേട്ടോ. കുടംപുളിയുടെ ആ സമയമാകുമ്പം. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കണത് ഉണക്കസ്രാവാണ്. ഉണക്കസ്രാവ് കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മണൽ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും അതിൽ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തായിരുന്നില്ല. പിന്നെ അതിൽ ഇഞ്ചി, പച്ചമുളക്, സവാള ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുടംപുളി കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നാളികേരം, മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മഞ്ഞൾ ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ മഞ്ഞൾ പൊടി ഇപ്പം ചേർത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒക്കെ ഒന്ന് സെറ്റാക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ലൂസ് പരുവത്തിലാക്കി തിളപ്പിച്ച് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി താളിച്ചു, ചെറിയ ഉള്ളിയും വേപ്പിലയും വെളിച്ചെണ്ണയിൽ മൊരിയിച്ച് നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. കുടംപുളിയൊക്കെ ഇങ്ങനെ ഉടഞ്ഞ് സെറ്റായിട്ട് അതിൽ. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് പുളി ഞാൻ അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. ചോദിച്ചാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇനി ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ പുളി കൂടുമല്ലോ. അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അധികമായിട്ടുള്ള പുളികളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്നിരിക്കണത് കോഴികൾക്കുള്ള ഇന്ന് ഈ ഇലവർഗ്ഗത്തിൽ അവർക്ക് കൊടുക്കണത് പപ്പായയുടെ ഇലയാണ്. അപ്പോൾ പപ്പായ ഇത് തനിയെ മുളച്ചതാണ് കേട്ടോ. പിന്നെ ഇതൊരു വഴിയിലാണ് നിൽക്കണത്. അപ്പോൾ നമുക്ക് അതിലിങ്ങനെ കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പൂവിട്ടായിരുന്നു, പക്ഷേ കായൊന്നും പിടിക്കണില്ല. അപ്പം പിന്നെ ഇന്ന് ഇതിൻ്റെ ഇലകൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ ചാക്കിലൊക്കെ കാണണത് എൻ്റെ കുഞ്ഞു കുഞ്ഞു കൃഷികളാട്ടോ. അരി കൊണ്ടുവരുന്ന ചാക്കിൽ അതൊന്നും ഞാൻ കളയാറില്ല. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ നട്ട് കൊടുക്കാറ് പതിവ് കേട്ടോ.